ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ലിവാലിദീനാ ലിജമീഇൽ മുസ്ലിമീൻ. ഇനി പൊറുക്കപ്പെടുന്ന, മാപ്പ് ചെയ്യപ്പെടുന്ന ചില നജസുകൾ അതൊക്കെയാണ് പറയുന്നത്. നമ്മളെ ശരീരത്തിൽ ചില കൊതുവിൻ്റെ രക്തക്കാവലുണ്ടല്ലോ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയാൽ നിസ്കരിക്കുമ്പോൾ ചിലതൊക്കെ മാപ്പുണ്ട്. സംഗതി നജസാണെങ്കിലും ഇളവുണ്ട്, ചില പ്രയാസക ആയതുകൊണ്ട്. അതാണ് ഇനി പറയുന്നത്. മാപ്പ് ചെയ്യപ്പെടും ചെള്ള് പോലോത്തതിൻ്റെ, ചെള്ള് മാത്രമല്ല, ചെള്ള് പോലോത്ത എല്ലാത്തിൻ്റെയും രക്തത്തെ തൊട്ട്, ചെള്ള് പോലോത്തതിൻ്റെ രക്തത്തെ തൊട്ട് മാപ്പുണ്ട്. മിമ്മ ഒന്നിനാൽ ലാ നഫ്സലഹു, അതിന് രക്തമില്ല, സായിലത്തൻ, ഒലിക്കണ രക്തമില്ലാത്ത ജീവികളുണ്ടല്ല, അങ്ങനെയുള്ള ഒന്നിൻ്റെ കൊതു ഇതുപോലെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ വിട്ട് അങ്ങനെയുള്ള ജീവികളുടെ രക്തം നമ്മളെ തുണിയിലോ മറ്റൊക്കെ ആയാൽ അത് മാപ്പ് ചെയ്യപ്പെടും. കബൗലിൻ, കൊതുക് പോലെ, പംലിൻ, പേന് പോലെ. ലാൻ ജിൽദിഹി, അതിൻ്റെ തോല് മാപ്പില്ല. അപ്പൊ അത് ചത്തിട്ട് അതിൻ്റെ തോല് ശരീരത്തിലായാൽ മാപ്പില്ല. അമ്മാ നഫ്സു കസറത്തിൽ ബർഗൂത്തി ഫനജസത്തിന് കയറ് മാപ്പിനൻഹു, അത് മാപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാര് മാപ്പാണ് പരീക്ഷിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ജുവൈനി, അല്ലാമ അസീസിയ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പേനിൻ്റെ തോല് അവൻ്റെ തലപ്പാവിലോ മറ്റൊക്കെ കണ്ടാൽ നിസ്കാരം മടക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അത് ഫത്ഹുൽ മുഈനിന്റെ ശറഹിൽ എഴുതിയിട്ടുണ്ട്. ഏതായിരിക്കട്ടെ, പ്രബല വീക്ഷണനുസരിച്ച് തോല് മാപ്പില്ല എന്നാണ്. പിന്നെ നമ്മൾ നാളും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ശവം നജസല്ല, അല്ല ശവം എന്താണ്, ഈ രക്തം ഒലിക്കുന്ന രക്തമില്ലാത്തതിന്റെ ശവം ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടാൽ എല്ലായിടത്തും ഇങ്ങനെ മേത്തൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്, എന്നാ മാപ്പ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞവരുണ്ട്. നജസല്ല എന്ന് പറഞ്ഞൊരു അഭിപ്രായം വേറെ ഉണ്ട്. ഏതായിരിക്കട്ടെ, പ്രബല വീക്ഷണനുസരിച്ച് ഇപ്പൊ രക്തം എന്താണ്, ഒലിക്കണ രക്തമില്ലാത്തതിന്റെ രക്തം മാപ്പുണ്ട്. ചോരക്കുരു പോലാത്തതിന്റെ രക്തം അതും മാപ്പുണ്ട്. ചോരക്കുരുവിന്റെ രക്തം കബസറത്തിൻ, മുഖക്കുരു പോലെ. ചോരക്കുരു പോലാത്തത് പറഞ്ഞാൽ പലതും പെടല്ല. മുഖക്കുരു, വജുറിഹിൻ, മുറിവ്. നമ്മളെ ശരീരത്തിലൊക്കെ മുറിവുണ്ടായാലും മുറിവുകൾ ഇങ്ങനെ രക്തമുണ്ട്, അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ രക്തം വീണ്ടും ഇങ്ങനെ അവിടെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉണ്ടാവും, അതൊക്കെ മാപ്പുണ്ട്. വം കൈഹി, മുറിവിലെ ചലം, സദീദിഹി, മുറിവിലെ ചീഞ്ചലം, ഇതൊക്കെ മാപ്പുണ്ട്. വയങ്കസുറദ്ദമു ഫീഹിമായി, രണ്ട് സ്ഥലത്തും ഈ രക്തം ധാരാളമുണ്ടെങ്കിലും ശരി. അപ്പൊ ഒലിക്കണ രക്തമില്ലാത്തതിന്റെ ജീവിയുടെ രക്തവും അത് തോനെയുണ്ടെങ്കിലും മാപ്പുണ്ട്. അതുപോലെ മുറിവ്, മുഖക്കുരു തുടങ്ങി വസ്തുക്കളുടെ രക്തം ചലം, ഛർദിത്ത രക്തം ചലം, ഇതൊക്കെ വൈൻ കസൂറ അധികമുണ്ടെങ്കിൽ ശിരദമു ഫീഹിമ, രണ്ടിലുള്ള ദമ്. അവിന്തശറ, അത് പരന്നാലും ശരി, അറത്തിൻ, വിയർപ്പ് കൊണ്ട് പരന്നാലും ശരി മാപ്പുണ്ട്. ഔ ഫഹുശൽ അവ്വലു, ആദ്യത്തത്, അതായത് ഒലിക്കണ രക്തം ഇല്ലാത്ത ജീവിയുടെ രക്തം, അത് ഫഹുശൽ അവ്വലു, ആദ്യത്തത് വളരെ മോശമായാലും ശരി, അത്രയും തോന്നുണ്ടെങ്കിലും ശരി. ലഹൈതു തബ്ബഖ അത്തൗബ, വസ്ത്രത്തെ വ്യാപിപ്പിക്കുന്ന നിലക്ക് ആണെങ്കിലും മാപ്പുണ്ട്. അലൽ മങ്കൂലിൽ മുഅ്തമദി, പ്രബലമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ അഭിപ്രായം അനുസരിച്ച്. അപ്പൊ അധികരിച്ചാലും മാപ്പുള്ളതാണ് ഇതൊക്കെ. ബിഗൈരി ഫിഇലിഹി, അവന്റെ പ്രവൃത്തി കൂടാതെയാകുമ്പോഴാണ് മാപ്പ്.
ഇതൊക്കെ അധികരിച്ചാലും മാപ്പുണ്ട് പറഞ്ഞു. അപ്പൊ അവന്റെ പ്രവൃത്തിയോട് കൂടാണെങ്കിൽ കുറഞ്ഞത് മാപ്പുണ്ട് കേട്ടോ, കുറഞ്ഞത് മാപ്പുണ്ട്. അവന്റെ പ്രവൃത്തി കൂടാതെ ആവണം അധികരിച്ചോടുത്ത്. കുറഞ്ഞോടത്ത് എന്നാലും മാപ്പല്ല. അധികരിച്ചോടുത്ത് എങ്ങനെയാകണം? അവന്റെ പ്രവൃത്തി കൂടാതെയാവണം. ഫൈൻ കസുറ, അപ്പൊ അധികരിച്ചാൽ ബിഫിലിഹി, അവന്റെ പ്രവൃത്തി കൊണ്ട്, ഖസ്ദൻ, ഉദ്ദേശത്തോടെ അവൻ ഞെക്കി പീഞ്ഞ് അങ്ങനെ കുറെ പരന്നു. കാൻ കത്തൽ, അവൻ കൊല്ലും പോലെ, നവപർവത്തിൻ ചെള്ളുപോലത്തിന് പീസോവി, അവന്റെ വസ്ത്രത്തില്, ഔ അസർ, അവൻ ഞെക്കും പോലെ, നവതുമ്മല്, ചോരക്കുരു പോലത്തത്, ഔ ഹമൽ, അവൻ ചുമക്കും പോലെ, സൗബൻ, ഒരു വസ്ത്രത്തെ, ഫീ, അതിലുണ്ട്, ദമു പറാഗിത, ചൊല്ലിന്റെ രക്തമുണ്ട്, മസരൻ, ഒരു ഉദാഹരണം, വസല്ല ഫീഹി, ഇങ്ങട്ട് അതിലവനെ നിസ്കരിച്ചു. അവൻ ചുമന്നു പറഞ്ഞാല് ധരിച്ചതല്ല, അവന്റെ പ്രവൃത്തി കൊണ്ടാകണീന് ഉദാഹരണം പറഞ്ഞതാണ്. ചെള്ളിനെ കൊന്നും, അല്ലെങ്കിൽ ദുമ്മലിനെ ചോരക്കുരു നെക്കി, അങ്ങനെ അധികരിച്ചാല് എന്തില്ല? മാപ്പില്ല. അധികരിച്ചാൽ മാപ്പില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ഹമല സൗബൻ, ഒരു വസ്ത്രം ചുമന്നു എന്ന് പറഞ്ഞാൽ ധരിച്ചതല്ല. ധരിച്ചാല് അവന്റെ പ്രവൃത്തി കൊണ്ടെന്ന് പറയാൻ പറ്റൂല. അവൻ വെറുതെ ഒരു വസ്ത്രം ചുമന്നു, ഫീഹി ദമു പറാഗിസയില്, ചെള്ളിന്റെ രക്തങ്ങളുണ്ട്. മസലൻ, ചെള്ള് പറഞ്ഞ ഒരു ഉദാഹരണമാണ്. അപ്പൊ അധികരിച്ചതുണ്ട്. അപ്പൊ ആവശ്യമില്ലാതെ ചുമക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ധരിക്കണതാണെന്നോ ഒക്കെ, ഇത് ധരിക്കണതല്ല. അപ്പൊ സ്വല്ലാഫി, അതിലവൻ നിസ്കരിച്ചോ, ഫറശ പൂ, അല്ലെങ്കിൽ അതിനവൻ വിരിച്ചു, വസല്ലാൽ, ഇങ്ങോട്ട് അതിന്റെ മേലിൽ അവൻ നിസ്കരിച്ചു. ഔ സാദ അലാ മൽബൂസിഹി, അല്ലെങ്കിൽ അവന്റെ ധരിക്കുന്ന വസ്ത്രത്തിനേക്കാൾ വർദ്ധിപ്പിച്ചു കണ്ടുള്ള വസ്ത്രമാണ്. ലാലു വറലിൻ, ഒരാവശ്യമില്ലാതെയാണ് അവൻ വർദ്ധിപ്പിച്ചത്. കതജമ്മുലിൻ, ഭംഗിയാകും പോലെയുള്ള ആവശ്യമൊന്നുമില്ലാതെ അവനെ വർദ്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഫലായൂഫ ഇല്ല അനിൽ ഖലീൽ, ഇവിടെ ഒന്നും കുറഞ്ഞതിനെ തൊട്ടല്ലാതെ മാപ്പില്ല. അല്ലല്ല സഹി. അപ്പൊ ഞെക്കിയാലും പീഞ്ഞാലും അല്ലെങ്കിൽ കൊന്നാലും അല്ലെങ്കിൽ ആവശ്യത്തിനേറെയുള്ള ആണ് വസ്ത്രമായിട്ടാണ് ഇടുന്നത്, അവന്റെ ആവശ്യത്തിനേറെയുള്ള വസ്ത്രമാണ്, അല്ലെങ്കിൽ അവൻ ചുമന്നതാണ്, ഇവിടെയൊക്കെ അധികരിച്ചാൽ മാപ്പില്ല, കുറഞ്ഞാൽ മാപ്പുണ്ട്. ഫലായൂഫ ഇല്ലാങ്കൽ, ഇവിടെ കുറഞ്ഞതല്ലാതെ മാപ്പില്ല. അപ്പൊ അധികരിച്ചാൽ മാപ്പില്ല, കുറഞ്ഞത് മാപ്പുണ്ട്. അല്ലല്ല സഹിന്റെ മേലിൽ. കമാഫി തെഹക്കീക്ക് വൽ മജ്മൂഇ, തെഹക്കീക്കും മജ്മൂഇലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ പറയുന്നത് കാണുക, വൈനിത്തവ കലാം റൗലത്ത്, റൗലന്റെ കലാമ് തേടിയാലും ശരി. അപ്പൊ റൗലന്റെ കലാമ് തേടുന്നുണ്ട്. അൽ അഫ്വ, മാപ്പിനെ, അൻ കസീരി നഹ്വി നഹ്വി ദുമ്മലി, ചോരക്കുരു പോലത്തതിന്റെ രക്തം അധികരിച്ചാല് മാപ്പുണ്ട് എന്ന് തേടുണ്ട്. ചോരക്കുരു പോലത്തതിന്റെ രക്തം അധികരിച്ച മാപ്പുണ്ട്. വൈനു ഉസിറ, ഞെക്കപ്പെട്ടതാണെങ്കിലും ശരി, ഞെക്കപ്പെട്ടതാണെങ്കിലും ശരി. റൗലയുടെ കലാമ് തേടി അല്ല അഫ്വ, മാപ്പിനെ, അങ്കത്തീരിനെ വിദ്യം ചോരക്കുരു രക്തം അധികരിച്ചത്, വൈനുസറ, ഞെക്കിയാലും ശരി. വാത്തമതോ ഇബിന് നഖീബ് അല്ല അതുകൈ. അപ്പോൾ അവരുടെ അളവിന്റെ അഭിപ്രായക്കാരുണ്ട്, അങ്ങനെ കുടുങ്ങിയാലൊക്കെ എടുക്കല്ല. ഇബിന് നഖീബ് അതുകൈമ അതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു മസാല, മഹല്ലുൽ ആഫി, ഇവിടൊക്കെ മാപ്പുണ്ടെന്ന് പറഞ്ഞത് ഇവിടൊക്കെ ഒഫീമായി എത്തി. ഇനി പറയാനുള്ളടത്ത് ഇനി പിറകെ വരണുണ്ട്. അതിലൊക്കെ ബിൻ നിസ്ബത്തിൽ സ്വലാത്തി, നിസ്കാരത്തിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. നിസ്കരിക്കുമ്പോൾ അത് ഉണ്ടായാലാണ്. ലാ ലി നഹ്വി മായിങ്കലി, കുറഞ്ഞ വെള്ളത്തിലായ കഥയല്ല ഈ പറയുന്നത്. ഫയൻജുസു ബിഹി, അതിലായാല് അതുകൊണ്ട് വെള്ളം നജസാകും. ഫൈൻകല്ല, അത് എത്ര കുറഞ്ഞതാണെങ്കിലും ശരി. ചോരക്കുരുവിന്റെ രക്തവും അതുപോലെയുള്ള ഈ രക്തങ്ങള് വെള്ളത്തിലായാൽ നജസാകും. ഫൈൻകല്ല, കുറഞ്ഞതാണെങ്കിലും ശരി. പിന്നെ വലാത്തറ, ഫലമില്ല ലി മുലാഖാത്തിൽ ബദനി, ശരീരം കണ്ടുമുട്ടുന്നതിന്, ലഹു, ഈ നജസിനോട്, ഇപ്പൊ പറഞ്ഞ മാപ്പ് ചെയ്യപ്പെടുന്ന നജസിനോട്, റത്ബൻ, നനവോട് കൂടെ. നിസ്കരിക്കുമ്പോൾ മേത്തൊക്കെ ഉണ്ടെങ്കിൽ മാപ്പുണ്ട് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അത് നനവ് ആയ്മ തട്ടിപ്പോയി.
നനവോട് കൂടെ കണ്ടുമുട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല ശരീരത്തിൽ. വലാ യുക്കല്ലഫു തൻശീഫുൽ ബദനി, ശരീരം തോർത്തണമെന്നൊന്നും കീർത്തിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ അതൊക്കെ പ്രയാസം. കാൽമലൊക്കെ മുറിമലൊക്കെ രക്തം ഉണ്ടാകും. അപ്പൊ അല്ലെങ്കിൽ മുഖത്ത് നനവോട് കൂടെ അതിനെ കണ്ടുമുട്ടിയിട്ടൊന്നും കുഴപ്പമില്ല എന്നർത്ഥം. വലാ അസറി മുലാഖാത്തിൽ ബദനി, ശരീരത്തിൽ ചോരപ്പുറോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ശരീരവുമായി കണ്ടുമുട്ടുന്നതിന് കുഴപ്പമില്ല. ലഹു, ശരീരം അതിനോട് കണ്ടുമുട്ടുന്നതിന് കുഴപ്പമില്ല. റത്തുബൻ, പച്ചയായ നനവോട് കൂടെ. വലാ യുക്കല്ലഫു, കീർത്തിക്കപ്പെടുന്നില്ല. തൻശീഫുൽ ബദനി, ശരീരം തോർത്തണമെന്ന് ലിയുസ്രിഹി, അത് പ്രയാസമായതിന് വേണ്ടി. ഇനിയും മാപ്പ് ചെയ്യപ്പെടുന്ന ചില നജസുകൾ കൂടി പറയുന്നുണ്ട്. അന്യരക്തം, കുറഞ്ഞത് മാപ്പുണ്ട്. അന്യരക്തം, അത് മറ്റൊരാളെ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു, അത് കുറഞ്ഞത് മാപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹൈദ് രക്തം സ്ത്രീയുടെ വസ്ത്രത്തിലിട്ട് ലേശത്തായാൽ കുറഞ്ഞത് മാപ്പുണ്ട്. തരിമൂക്ക് പൊട്ടിയ രക്തം, ഇങ്ങനെയുള്ള രക്തങ്ങൾ ഒക്കെ കുറഞ്ഞതൊക്കെ മാപ്പുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലിപ്പിൽ പറയും.